രാവിലെ തന്നെ തൊഴണമെന്ന് പറഞ്ഞ് അമ്പലത്തിൽ പോയിരിക്കുക. അനിമോനും കൂട്ടിയിട്ടുണ്ട്. ഇനിയൊരു പാട്ട് കൂത്തൊക്കെ ആയിട്ട് ഇങ്ങോട്ടൊരു വരവുണ്ട്. വേണം പൂപ്പട വേണം നെല്ലും തൊഴിക്കും മക്കൾക്കും തായോ പാളും ചിലങ്കും കലമ്പി വാതിൽ പടിക്കൽ വന്നാത്തു പറഞ്ഞതല്ലേ പല്ലു ഡോക്ടറെ കാണാൻ പോണെന്ന്. പകരം പണിക്കൊരാളെ ഏർപ്പാടാക്കി തരാമെന്നും പറഞ്ഞിരുന്നു. എന്താ ഞാൻ അറിയാണ്ട് പറഞ്ഞതാണെങ്കിലും അതിന് വേണ്ടത്ര വഴക്ക് പറഞ്ഞോ? അന്നേ ഇനോടൊരു ഇഷ്ടണ്ടായിരുന്നു. കൃഷിയോടാണ് ഇവന് താല്പര്യം. പഠിക്കാത്തതിന് തല്ലിയാലും പുറത്തു നിർത്തിയാലും പരിഭവമില്ല. രവി ഒരു ഉണ്ട്. क्या ये रवि साहब का घर है? मुझे इधर आने के लिए बोला है वो मुस्का भैया. മൂസാക്ക വല്ലം പറഞ്ഞ മനസ്സിലാവണ ആളെ വേണ്ടേ? ഓ പണിക്ക് പറഞ്ഞുകൂടെ? എനിക്ക് ആരും പേടിയില്ല. ഞാൻ കണ്ട സത്യം വിളിച്ചു പറയും. എന്നെ ആരും അത്ര കൊച്ചാക്കി കാണണ്ട. തന്റെ പെണ്ണിന്റെ എന്തുട്ടെന്റെ പേര് നീ പറഞ്ഞു വരണേ? എന്താടോ എന്നെ പറ്റി പറഞ്ഞു നടക്കണ? എന്ത് പറഞ്ഞു ഇരിക്കും വരണോരും പോണോരും കുറ്റം പറഞ്ഞ് അസത്ത്. ഇപ്പൊ നീ പോയി നമ്മുടെ മധ്യമേഖല റാലിയുടെ രസീത് എടുത്തോണ്ട് പോയി ആ കൊച്ചവടെ കടലിരിക്കും. ഞാൻ ഇപ്പൊ വരാം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. എന്നാ പിന്നതൊക്കെ വിൽക്കാതിരുന്നൂടെ? ശരിയാക്കാന്ന് പറഞ്ഞില്ലേ? ഒക്കെ ശരിയാക്കാം, ഒക്കെ ശരിയാക്കാന്ന്. നമ്മുടെ കഷ്ടപ്പാടുകൾക്കും അധ്വാനത്തിനും ഫലമുണ്ടായാൽ തന്നെ അതനുഭവിക്കാനുള്ള യോഗം കൂടി ഭഗവാൻ തരണം. എനിക്കും എന്റെ ഭാര്യയ്ക്കും ആ ഭാഗ്യമില്ല. മാസേ നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും. ഒക്കെയത്തിനും പഠിച്ചോന്റെ കയ്യില് മരുന്നുണ്ട്. നിന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഡാഡി എന്നെ എന്നും ഗുണദോഷിച്ചിട്ടുള്ളത്. നന്നായി പഠിച്ചില്ലെങ്കിൽ നിന്നെ പോലെ പാടത്തും പറമ്പത്തുമായി ജീവിതം തീർക്കേണ്ടി വരുമെന്ന് ഡാഡി അന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ നാറ്റം സഹിക്കണില്ല. മമ്മിയും ഒപ്പം കൂടിയല്ലോ, അതാ എന്റെ സങ്കടം. മണ്ണിന്റെ മണമുള്ള മനസ്സിനുള്ളൂ അച്ഛാ എന്നൊരു വിളി കേൾക്കാൻ ഇനിയും എനിക്ക് കഴിയില്ലല്ലോ എന്റെ കുട്ടി. വിട പറഞ്ഞു ഈ വഴിയിൽ